അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ എല്ലാം കാണിച്ചായിരുന്നു. ഇതിനകത്ത് ഞാൻ 2 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് ഇളക്കി വെച്ചേക്കുകയാണ്. ഇനി നമുക്കിതൊന്നും ചെയ്യണ്ട. ഇത് കുപ്പിക്കകത്ത് ആക്കി അങ്ങ് മാറ്റി വെച്ചിരുന്നാൽ മതി. ഇതേപോലെ ഇരുന്നോളും. നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ നാരങ്ങ എടുക്കാം. ഉണങ്ങി നല്ല ഫ്രീസറിനകത്ത് വെച്ച് ഉണക്കിയ നാരങ്ങയാണ്. ഇതാണ് നമ്മുടെ നാരങ്ങ അച്ചാർ 1. കണ്ടില്ലേ? ഇനി 2ാമത്തെ അച്ചാറാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മുകളിലത്തെ ഒരു വീഡിയോയും കൂടെ എന്തായാലും കാണണം കേട്ടോ. എന്നാലേ ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഈ നാരങ്ങ എങ്ങനെ ഇട്ടതെന്ന്. അപ്പോൾ നാരങ്ങ ഫ്രീസറിൽ വെച്ച് 3 ദിവസം ഉപ്പ് വാരി വെച്ചിട്ട് അതിൻ്റെ ഈ നാരങ്ങ ആദ്യമേ ഇഡ്ഡലി തട്ടിനകത്ത് വെച്ച് ആവി കയറ്റി വേവിച്ച നാരങ്ങയാണ്. ഈ നാരങ്ങ ഫ്രീസറിനകത്ത് ഉപ്പ് വരലിൻ്റെ മുകളിൽ വെച്ച് ഉണക്കി എടുത്ത നാരങ്ങ 3 ദിവസം ഫ്രീസറിനകത്ത് വെച്ച് ഉണക്കി എടുത്ത നാരങ്ങയാണ്. അത് കട്ട് ചെയ്ത് അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, പിന്നെ നമ്മുടെ കായപ്പൊടി ഇട്ടില്ല കേട്ടോ. കായപ്പൊടി ഇപ്പോഴേ മറന്നു. കായപ്പൊടി എല്ലാം ഇങ്ങനെ ഇട്ടാൽ മതി, യാതൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ കായപ്പൊടി ഇപ്പോഴേ ഇട്ട കേട്ടോ. കായപ്പൊടി, പിന്നെ കുരുമുളക്, പെരിഞ്ജീരകം, ഒരു പട്ട, ഒരു ഏലയ്ക്ക, പിന്നെ 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉലുവയും കൂടെ എല്ലാം കൂടെ വറുത്ത് അത്രയും ഒന്നിച്ച് വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഇതേ കണക്ക് പൊടിച്ച് വെച്ചതാണ്. അത് അടുത്ത നാരങ്ങയ്ക്കകത്ത് കൂടെ ചേർക്കണം. എന്നിട്ട് അതിനകത്ത് കാശ്മീരി മുളക് പൊടി 4 സ്പൂൺ ഇട്ട് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കല്ലുപ്പിട്ട് പച്ചെണ്ണ ഒഴിച്ച് വിനാഗിരി ഒഴിച്ച് ഇളക്കി വെച്ചേക്കുന്ന അച്ചാറാണ് ഇത്. നമ്മൾ അടുപ്പയിലോട്ടൊന്നും വെക്കത്തില്ല. കണ്ടില്ലേ? ഇതിനാണെങ്കിൽ നമുക്ക് കുപ്പിക്കകത്ത് ആക്കി അങ്ങ് വെച്ചിരുന്നാൽ മതി. വെള്ളം ഒന്നും ചേർക്കണ്ട. ഇതിനകത്ത് വെള്ളമയം എല്ലാം ഇനി തനിയെ ഇറങ്ങി വന്നോളൂ. അപ്പോൾ ഇതാണ് ഒരച്ചാർ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരച്ചാറുണ്ട്, അത് ഞാൻ അടുത്തത് കാണിക്കാം. അപ്പോൾ ഇതാണ് ഒരച്ചാർ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇതിൻ്റെ മുകളിലത്തെ ഒരു വീഡിയോ കാണണം. എന്നാലേ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ദിവസം തന്നെ ഞാൻ ഈ 2 വീഡിയോയും ഞാൻ ഇടും. ഇത് ഞാൻ ഫസ്റ്റ് ഇട്ടിട്ട് അതിന് താഴെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിത് 2 നാരങ്ങ ഈ അച്ചാറും ഈ ഒറ്റ നാരങ്ങ അച്ചാറും 2ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കണം. എന്നാലേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.